ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ എത്രയാണോ പോയിന്റ്സ് തരുന്നത് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എരിക്കിൽ വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വേര് മുതൽ ഇല വരെയും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എരിക്കിൻ്റെ ഇല. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. റോഡ് സൈഡിലും അതുപോലെ തന്നെ വലിയൊരു പരിചരണമൊന്നും ഇല്ലാതെ തന്നെ കാട് പോലെ കുറ്റിച്ചെടിയായിട്ട് വളർന്നു വരുന്ന ഒന്ന് തന്നെയാണ് എരിക്കിൻ്റെ ഇല. വെള്ള കളറിലും അതുപോലെ തന്നെ പർപ്പിൾ കളറിലുമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. വെള്ള എരിക്കാണ് കൂടുതലായിട്ടും ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്ത് വരുന്നത്. ഇത് നല്ലൊരു വിഷസംഹാരി കൂടെയാണ്. തേള്, പഴുതാര, ചിലന്തിയൊക്കെ കടിച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എരിക്കിൻ്റെ പാലിൽ കുരുമുളക് പൊടിച്ചിട്ട് അരച്ചിടുകയാണെങ്കിൽ വിഷാംശങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പല്ല് വേദനയുള്ളവർ എരിക്കിൻ്റെ കറ പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിച്ച് പെട്ടെന്ന് മാറുന്നതാണ്. പുഴുപ്പല്ല് മാറ്റുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ചെവി വേദനയുള്ളവർ എരിക്കിൻ്റെ ഇലയിൽ നെയ്യ് പുരട്ടി വാട്ടി അതിനെ നീരെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ്. പ്ലീഹ വീക്കമുള്ളവർ എരിക്കില മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വെള്ള എരിക്കിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ച് ചേർത്തിട്ട് കുട്ടികളുടെ ചൊറിയൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൊറി, അതുപോലെ തന്നെ സൊറിയാസിസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ്. കൃമികളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ തന്നെ എരിക്കിൻ്റെ വേര് ഉപയോഗിച്ച് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ചുമ, വലിവ് ഇതൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ഈ എരിക്കിൻ്റെ പൂവും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇല, വാളൻ പുളിയുടെ ഇല, ആവണക്കിൻ്റെ ഇല, മുറിവെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കിഴി രൂപത്തിലാക്കിയിട്ട് സന്ധിനീര്, വേദന, ഉളുക്ക്, ചതവ് എന്നിവയുള്ളിടത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് അതിനും ആശ്വാസം കിട്ടുന്നതാണ്. ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. കലശലായ പല്ലുവേദന, പല്ലിലെ പുഴുക്കുത്ത്, അതുപോലെ തന്നെ പല്ലിലെ കേടൊക്കെയുള്ളവർ എരിക്കിലയുടെ വേര് പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് ഒരു അര ഗ്ലാസ് ആവുന്നവരെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് രാവിലെയും രാത്രിയും ഒരു ചെറു ചൂടോടുകൂടെ തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കവിൾ കൊള്ളുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. കാരണം എരിക്കില നല്ലൊരു വേദന സംഹാരിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടോടുകൂടി നമ്മൾ കവിൾ കൊള്ളരുത്. ഒരു ലൈറ്റ് ചൂടോടുകൂടെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുന്നതാണ്. ഇതിന് ചെറിയൊരു വിഷസ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയവർ ചെയ്യുകയാണെങ്കിലും അത് ഉള്ളിലേക്ക് അധികം പോവാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എരിക്കിൻ്റെ പൂവും. ആസ്മ, വലിവ്, അതുപോലെ തന്നെ കഫം കെട്ടുന്നവർക്കൊക്കെ പറ്റിയ കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ പൂവൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്ത് അതിൻ്റെ പാല് പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് വെയിലിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കാതെ നിഴലിൽ വെച്ച് ആ പൂവ് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു കുരുമുളകും അതുപോലെ തന്നെ ഒരു വെറ്റിലയും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പൂ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചവച്ച് അതിൻ്റെ നീര് നമുക്ക് ഇറക്കാവുന്നതാണ്. ഒരു 2-3 പ്രാവശ്യം ആ നീര് ഇറക്കിയതിന് ശേഷം നമുക്കൊന്ന് തുപ്പിക്കളയാം. അങ്ങനെ ഇത് നമ്മൾ രാവിലെയും രാത്രിയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. ഇത് ഉള്ളിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ഇറക്കാതിരിക്കുക കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് തുപ്പിക്കളയാം. ഇനി അടുത്തതായിട്ട് ഈ പൂ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അലർജി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എരിക്കിലൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഒരു വെള്ള കോട്ടൺ തുണിയിൽ ഒരു കിഴി കെട്ടി നമ്മൾ കിടക്കുന്ന തലേണയുടെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ലിന് അലർജിയൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ കിഴി ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഈ അലർജി മാറുന്നത് വരെ നമ്മൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ യാതൊരു മരുന്നോ ഒന്നുമില്ലാതെ നമുക്ക് അലർജിയൊക്കെ സുഖമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പൂർണ്ണമായിട്ടും നമുക്ക് ശരിയായി കിട്ടുന്നതാണ്. യാതൊരു കെമിക്കൽസും തന്നെ ഇതിലില്ല. അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് അടിയിലായിട്ട് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക.
അലർജിക്ക് മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ എല്ലാം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എരിക്കിലയുടെ ഒരു ഇലയാണ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് നന്നായിട്ട് പാല് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ കറ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ കറ എടുത്ത് നമ്മളുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്തൊക്കെ നമ്മളൊന്ന് തുടർച്ചയായിട്ട് ഒരു 7 ദിവസമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് കാലിലുണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കിട്ടുക, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇല ഇതുപോലെ ഒന്ന് പറിച്ചെടുത്ത് ആ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പാലൊക്കെ മുഴുവനായിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് സ്റ്റോറായിട്ട് വരും. അതിനുശേഷം ഞാൻ പറയുന്ന ടിപ്പൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ പാലിനൊരു വിഷ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ത്വക്കിലോ കണ്ണിലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ ആയാൽ നന്നായിട്ടൊരു 5-6 തവണ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെയും നമുക്കത് മാറുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഫ്രഷ് ആയിട്ട് ചെടിയിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അതിൽ പാല് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് കുറച്ച് പാല് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരിമ്പാറയൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് നമ്മൾ ഈ പാലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അരിമ്പാറയൊക്കെ പെട്ടെന്ന് ഉതിർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് ഇത്രയും പാലിവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ പാലുണ്ടാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എരിക്കിലയുടെ ആ തണ്ട് ഭാഗത്ത് ഒടിച്ചു കൊടുത്താൽ നന്നായിട്ട് പാല് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ടിപ്പിന് വേണ്ടിയിട്ടുള്ള പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. കാരണം ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിലേക്കൊക്കെ ഈ പാല് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊരു വിഷസ്വഭാവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും പാല് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഈ പാലിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെ ഓടിക്കാനുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാലിൽ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ എലികൾ ഉറപ്പായിട്ടും കഴിക്കില്ല. അപ്പോൾ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ കപ്പലണ്ടിയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും എലികൾ അത് എടുത്ത് കഴിക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഈ പാലൊക്കെ നമ്മളുടെ എലികളുടെ ഉള്ളിലേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും വയറ് വീർത്ത് എലികൾ ചത്തുപോകാനിടയാകുന്നതാണ്. പണ്ടത്തെ കർഷകരൊക്കെ കൃഷി ഇറക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നന്നായിട്ട് ആ മണ്ണൊക്കെ കൊത്തിയെടുത്ത് എരിക്കിൻ്റെ ഇല അതിൻ്റെ മുകളിലേക്കായിട്ട് വിതറി കൊടുക്കും. ആ ഇല ആ മണ്ണിനോട് കൂടെ നന്നായിട്ട് ആ മിക്സായി വരും. അതിൻ്റെ സ്മെല്ല് അതിലങ്ങ് ലയിച്ച് ചേരുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലിന് ആ ഭാഗത്തുള്ള കൃഷിയൊന്നും എലിയോ പെരിച്ചായോ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എലികൾ കഴിക്കും. വയറ് വീർത്ത് ചത്തുപോകാൻ ഇടയാവുന്നതാണ്. എലിശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എലിക്കണിയോ വിഷമോ ഒന്നും തന്നെ വേണ്ട. ഈ നാച്ചുറൽ റെമഡി മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എരിക്കിൻ്റെ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചോറിലേക്ക് അതിൻ്റെ പാലൊക്കെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തളിരില പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് പാല് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തളിരില ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. എലികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. നമ്മളുടെ ശരീരത്തിൽ എവിടെയും നീർക്കെട്ട് അതുപോലെ തന്നെ സന്ധിവേദനയൊക്കെ ഉള്ളപ്പോൾ അതിന് നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് നമ്മളുടെ ഈ എരിക്കിൻ്റെ ഇല. അതിൻ്റെ ടിപ്പ് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എരിക്കിൻ്റെ ഇല ഇതുപോലെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റും അത്രയും ചെറുതാക്കി ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചോറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ചോറിൽ എരിക്കിൻ്റെ പാലും അതുപോലെ തന്നെ എരിക്കിൻ്റെ തളിരെലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയൊന്ന് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ശർക്കരയുടെ ചെറിയൊരു പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ എലികൾ കഴിക്കുള്ളൂ. വെറുതെ ചോറും ഈ ഇലയും കൊണ്ട് വെച്ചാൽ എലികൾ ഉറപ്പായിട്ടും കഴിക്കില്ല. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യായാലും ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ സ്മെല്ലും ശർക്കരയുടെ സ്മെല്ലൊക്കെ നമ്മളെ എലികളെ ഒരുപാട് ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശർക്കര തന്നെ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ സ്മെല്ല് എലികളെ ആകർഷിക്കുകയും ഉറപ്പായിട്ടും എടുത്ത് കഴിക്കുകയാണെങ്കിൽ എലികൾ ചത്തുപോകാൻ ഇടയാവുന്നതാണ്.
അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളുടെ ചോറും ഇലകളും നന്നായിട്ടൊന്ന് ജോയിൻ ആയി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ അത് എടുത്ത് കഴിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലുള്ള കുറച്ച് തേങ്ങയുള്ള ചിരട്ടയിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്ത് നമ്മൾ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ എടുത്ത് കഴിക്കും. ഈ എരിക്കിൻ്റെ ഇലയിൽ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് ആ പാലിൽ. അപ്പോൾ അതാണ് നമുക്ക് 100% തന്നെ റിസൾട്ട് തരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഗ്യാസ് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലിൻ്റെ മുകളിലേക്കായിട്ടും ദോശക്കല്ല് ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടിക ഉണ്ടെങ്കിൽ ഇഷ്ടിക തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതുവരെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടുവേദനയൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വേദനയ്ക്കുള്ള ഓയിൻമെൻറ്റോ എണ്ണയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേദനയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല വീതിയും നീളവും ഉള്ള നമ്മളുടെ ഒരു എരിക്കിൻ്റെ ഇലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണയാണ് ഇവിടെ പുരട്ടി കൊടുക്കുന്നത്. അപ്പം ഞാൻ എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏതെണ്ണയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഇലയുടെ ഭാഗത്തായിട്ട് നിന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ദോശക്കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേദനയുള്ള ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻറ്റ് പെയിൻ ആയാലും നമ്മുടെ മുട്ടുവേദന ആയാലും മാറി കിട്ടുന്നതാണ്. ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേദന എന്നുള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. ഇതുപോലൊന്ന് ദോശക്കല്ലിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ 2 നേരവും വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതാണ്. അങ്ങനെ ചൂടാക്കാൻ പറ്റിയില്ലെങ്കിൽ അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞാൽ അടുപ്പ് വൈകുന്നേരം വരെ നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടായതിന് ശേഷം കൈ വെക്കാൻ പാകത്തിനൊരു ചൂടിൽ നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഷ്ടിക നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇഷ്ടികയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇലയും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഉപ്പൂറ്റി വേദനയുള്ള സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ല എന്നൊരു പരാതിയുമായിട്ട് വരരുത്. ഒരാഴ്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എരിക്കിൻ്റെ ഇലയും അതുപോലെ തന്നെ കല്ലുപ്പും ഫൈനായിട്ട് അമ്മിയിൽ വെച്ചൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിലും നീരൊക്കെ പോയിട്ട് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.